ബിരിയാണി ചാലഞ്ച് എന്താ സമയം അട്ടത്ത് തൂങ്ങിക്കണ്? അട്ടത്തൊന്ന് തൂങ്ങിക്കണ് വവ്വാലജി. ഇന്നലെന്തോ പെയിന്റ് അടിച്ചാൽ പറഞ്ഞ അതിന്റെ സാധനം നുള്ളി പൊറുക്കാൻ വന്ന പെയിന്റ് അടിയാണോ ഓരോരോ സൈഡ് കൂടെ ഇങ്ങനെ വെക്കാന് അങ്ങനെ ഇനി മാമു താത്താൻ്റെ ഉണ്ടാവും. എന്തിനത്തെ ഇതെന്തിനീ എന്താ കഴിച്ചല്ലേ ചക്കന്മാരുണ്ട്. ഞാൻ ചെറിയപ്പോ ഞാനാണ് അടിച്ചിട്ട് ചെറിയപ്പൂന് അറിയൂല. ഇതെന്താ പറയാ വലിയ ബക്കറ്റില് കറക്കണ്ടേ. ഇതിലേറെ ചെറുതാണെങ്കിൽ സുഖേനി. ബക്കറ്റ് വൃത്തിയാവൂല. പെയിന്റ് അടിച്ച ബക്കറ്റ് പിന്നെ പറ്റൂല. ഇവിടെ ഉണ്ട് ബക്കറ്റേ. അതാ പെയിന്റ് അടിച്ച ബക്കറ്റ് ഒന്നും തരുന്നില്ല. വന്നപ്പോ തൊട്ട് പറയുന്നുണ്ട് ഇവിടെ ഒന്നും ഇല്ല. അതെ ഇനി ഇതിന്റെ ചെറുതായോണ്ട് വാങ്ങാൻ കിട്ടുമോ? ചെറുതായിട്ട് അടിച്ചാ പോലെ. അത് പെയിന്റ് അടിച്ചത് പിന്നെ അടിച്ചായി അതല്ല ഇരുമ്പ് സൈഡ് കൂടെ അത് അടിച്ചൂടെ? ഇദ്ദേഹത്തിന് 2 വട്ട അടിച്ചാ മതി. അതിലേക്ക് എന്താ സംഭവം? റൂം അടിപൊളിയാക്കാൻ പോകുക. ഡിസൈനും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നല്ല വലിയൊരു പയറുണ്ടാ. തിന്നോ ഓളെ കുട്ടിക്ക് താടി വിടും. തിന്നോ തിന്നോ. എന്നെന്തേനും കടി 10-30 പത്തിരി നിക്കണേ. പിസ്തന്റെ കുരു അത് കത്തിച്ചമ്മ. ഇത് കണ്ടിട്ടില്ല. നോട്ടുകൊക്കെ തീക്കട്ടെ. അപ്പൊ ഇവിടെ കൊണ്ടുപോയ സാധനങ്ങളുടെ പേര് പറയും. ബക്കറ്റ്, പെയിന്റ് അടിച്ചണ റോള്, ഞാനല്ല ഞങ്ങൾക്കൊരു എപ്പറ എന്തായാലും വേണം. ഓക്ക് നെയ്ച്ചാതെ അവിടെ കറക്കിന്നിട്ടൊന്ന് തീരെ വെച്ച ക്ഷീണാണ് ക്ഷീണം. ഇപ്പൊ അതായിട്ട് കടി വൃത്തിയാക്കണ്ടേ? ഇത് പെയിന്റ് ഒക്കെ പോകും ആദ്യത്തെ തേച്ച് മോറി അരച്ച കമ്പിച്ചാൻ്റെ അടുത്തൊക്കെ കുറച്ചാ വൃത്തിയാക്കൂലോ. അതിന് പൈക്കണേ എത്ര ചോറിന് കൂട്ടോ? ചോറിന് ചേമ്പും കറി വെച്ചിട്ടുണ്ട്. പിന്നെ ബിരിയാണി ചേമ്പും കറി ഉണ്ട്. ഞാന് ഇമ്മ എന്നൊരു സാമ്പാറുണ്ടായിരുന്നു. ഇത് സോയാബീൻ ഉപ്പേരി വെച്ച് കോഴിക്കറി ഒക്കെ നിന്നപ്പോ ബിരിയാണി പൊതിയിട്ടുണ്ട്. ആര് ചലഞ്ചാണ് അതല്ലേ? കാക്കാണ്ടായിരുന്നു ഇന്നാള് കഴിഞ്ഞതോ? ഇത് വേറെ ആൾക്കാര് സ്പോർട്സ് ഒരാൾക്ക് ഒരു വട്ടല്ലേ ആക്കുള്ളൂ. ഏത് ആൾക്കാരാ? ഇങ്ങനത്തെ പ്രശ്നമാണ്. പറയൂ. എന്തീ തപ്പണ് പാത്രൊക്കെ? എന്തായാലും നമ്മൾ കടി അടുക്കളയിൽ കൂടെ തെരഞ്ഞു നടക്ക. ഇന്ന് ഇവിടെ തേങ്ങ ഇല്ലാത്ത പുട്ടാ. തേങ്ങ ആ പുട്ടിന്റെ എതിർ കക്ഷിയാണ് അല്ലേ? അവിടെ ഒന്നും ഒന്നുമില്ല. ഇന്ന് ബിരിയാണി കിട്ടിയപ്പോ ഞങ്ങൾ ചേമ്പും കറി വെച്ച് മീനും ഒന്നും വാങ്ങിയിട്ടില്ല. അപ്പൊ മതി അറിയാപ്പോ ഇനിയിപ്പൊ തുടങ്ങിയപ്പോ കഴിയും. ഒന്നറിയില്ല. ബിരിയാണിന്റെ ധൈര്യത്തില് പോവും. പണിയൊക്കെ കഴിഞ്ഞു. അത് നെയ്സറിക്കും പോയില്ലേ? നെയ്സറിക്കും ആക്കി ഞങ്ങൾ പോയിട്ടോ. നിങ്ങളെ മാത്രം പെയിന്റ് അടിച്ചില്ലേ? അവിടെ ശരിയാവണമെങ്കിൽ പുറത്തേക്ക് അത് ചെക്ക് ചെയ്യാണ്. എന്നിട്ട് എങ്ങനെ ഉണ്ട് നോക്കിട്ട് പുറത്തേക്ക് വാങ്ങാൻ പോവാ. ബാക്കിയുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുപോയിട്ടോ. ആ തുടപ്പിന്റെ മടിയോ നമ്മള് അവിടെ ഇരുമ്പാണ്. ആ വേർത്തില്ല ഒന്നുമില്ല. തുടപ്പിന്റെ വടി ഇത് പൊതിശാലേക്കാണ്. ഞാൻ ഇപ്പൊ വിളിച്ചെന്നെ ഫോൺ ചെയ്ത് വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോത്തിന് ചിപ്പട ഓലങ്ങനെ പൊയ്ക്കണ കേട്ടോ. ബിരിയാണി എത്ര പൊതിയാമ്മ? 3 ബിരിയാണി പൊതി കിട്ടിയിരിക്കണ. അപ്പൊ അത് കഴിക്കട്ടെ കുറച്ച്. ഇന്ന് മീനൊന്നും വാങ്ങിയിട്ടില്ല ഇനിയില്ലേ നമ്മള്? നന്നായി. മീൻകാരനും വന്നിട്ടില്ല. ചേമ്പ് ആകെ ഉടഞ്ഞ് പായസായ്മ. അല്ലാതെ
ഉടഞ്ഞിട്ടില്ലെങ്കിൽ ആരും തിന്നൂല കേട്ടോ. കറി മാത്രം കൂടും, കഷ്ണം എടുക്കൂല. അതിനുള്ള പരിപാടി തന്നെ ഈ ഉടക്കല്. എപ്പോഴാ നിങ്ങള് മരുന്നിന് പോണെന്നിട്ട്? ഇന്ന് ഉപ്പാനായിട്ട് ഉപ്പാന്റെ മരുന്ന് കഴിഞ്ഞിക്കണ്. വിളിച്ചോക്കണം ഡോക്ടർ ഉണ്ടല്ലേന്ന് അറിയാന്. നിലമ്പൂര് പോണം അല്ലേ? ഫിദാനേറ്റാ പോണ്. ഐസ്ക്രീം കഴിച്ചാൽ പൊന്നു. അതിന് ഐസ്ക്രീം മാത്രം ഒന്നും പോരാ, അതിനായിട്ട് പോയ ഫുള്ള് ചെലവാ. എല്ലാം വേണം. മറ്റോനായിട്ട് പോയാല് വലിയോനായിട്ട് പോയാ പറ്റൂല കേട്ടോ. എന്നിട്ട് വൈകിട്ട് പോവാൻ പറ്റൂല. ഭയങ്കര ക്ഷീണം കുഴപ്പമാണ്. ബസ് കേറിയ ഓനെ നമ്മൾ എടുത്തിറക്കേണ്ടി വരും. അമ്മാതിരി കുഴപ്പിക്കാരം. ചെറിയോന് പിന്നെ അങ്ങനത്തെ വിഷയവും കാര്യമൊന്നും ഇല്ല. ഓന് കൊണ്ടുപോവാ. കയ്പങ്ങ അങ്ങനെ ഇവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിരിക്കണം. അപ്പൊ വെള്ളത്തിൽ തിളപ്പിച്ച് ഊറ്റിയ കയ്പ് ഉണ്ടാവൂല അറിഞ്ഞിട്ട് അങ്ങനെ വെക്കുകയാണ്. കളറ് നോക്കിയല്ലേ കയ്പുണ്ടോ ഇല്ലേ അറിയാ. ഇത് ഇളം പച്ചയാണ്. ഇത് കയ്പുണ്ടോ ഇല്ലേ അതോ കടും പച്ച കയ്പ്? കടും പച്ച അതാ കയ്പില്ലാത്ത. ഉപ്പിട്ടയില് കുറച്ചുകൂടി വെള്ളം പറഞ്ഞല്ലേ. ഉള്ളി വെല്ലുള്ളി ഇട്ടാലും കയ്പ് ലേസം കുറയും. കടുക് ഇടൂല നിങ്ങള് കയ്പങ്ങയില്? ഇങ്ങനെ കയ്പങ്ങയാണ് കൂട്ടാന്. പിന്നെ ചേമ്പും കറിയാണ്. ബിരിയാണി ഇല്ലെങ്കി നമ്മള് ഇതുമ്മ കൂടണ്ടീനി. ബിരിയാണി ഞങ്ങള് 10 മണിയൊക്കെ ആയപ്പോ ഇത് തിന്നൂലേ. ഉച്ചക്കത്തെ കൂട്ടാനത്. എത്ര മണിക്കാ നിങ്ങൾ ഇവിടുന്ന് പോണത്? ഒന്ന് വിളിച്ചോക്കട്ടെ. ഡോക്ടർ ഉണ്ടോന്നോ? അത് വ്യാഴാഴ്ച മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ? ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടാവുള്ളൂ. ഇപ്പനെ റൂമിക്ക് കിടത്തി ഞങ്ങള് 1 മണി മുതൽ എത്ര മണി വരെ? 1 മണി 2 മണിയൊക്കെ കാര്യം. അതിൽ എത്ര ടോക്ക് ഉണ്ടാവും നോക്കിയിട്ട് എനിക്കന്നെ അവര് പറയില്ലേ. തിരക്കുണ്ടാകാതെ തിരക്കില്ലാതെ ഇതില് പോയി എന്താണ് പുതിയതാണ് കേട്ടോ. പുതിയത് കാട്ടിത്തരുവാണ്. ഇതിലൊരു അടവാരം എന്നപ്പോ മിഞ്ഞാന്ന് വെച്ച് വാങ്ങിയതാ. ചോദിച്ചത് എന്തിനമ്മ? അപ്പൊ ഞാൻ പറയാം കണ്ണക്കളി ഉണ്ടാക്കാനോ. കണ്ണക്കളി ഉണ്ടാക്കി വേറൊരു കോലുണ്ട് ഇങ്ങനത്തെ ഉണ്ട്. ഇനി അത് ഉപ്പ പണ്ട് ചപ്പാത്തി മോഡലായി ചൂടാൻ പറഞ്ഞാണ്ട് ഗ്യാസുമ്പോ വെച്ചാണ്ടില്ലേ ചട്ടി ചപ്പാത്തി ഇങ്ങനെ ചൂടാറുന്നുണ്ട്. നാസാക്കി ചപ്പാത്തി ആയതും ഇല്ല. അതൊക്കെ കരിഞ്ഞ ആകെ കമ്പിയൊക്കെ വേറിട്ട് പോകുന്നു. പൊള്ളപ്പം നടന്നാണ്ട് കാട്ടുക. ഗ്യാസുമ്പോ അങ്ങനെ അടുപ്പത്ത് മാത്രം കാട്ടുക. അവിടെ വീട്ടിട്ട് വെക്കുക. അതാണ് കഴിഞ്ഞു. അങ്ങനെ കുറഞ്ഞ ആള് കളിക്കും. എന്തേലും പണിക്കളി വേഗം വരും. എന്നിട്ട് ഉപ്പാന്റെ ഓരോ തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാവും. നമ്മളുണ്ടാക്കണ അതേ മാതിരിയല്ല. ആണുങ്ങൾ ഉണ്ടാക്കുമ്പോ വേറെ രീതിയിലല്ല ഉണ്ടാക്കുക. അപ്പൊ പണിക്കും വരും. അതും പറഞ്ഞു വരും. വരില്ല. എന്ത് പണിക്കും മുന്നിക്ക് മതിമ ഉള്ളിയത് ഇനി മറ്റീന്റെ പാവുണ്ടായി. കയ്പങ്ങ ചില കയ്പങ്ങ തിന്നാ നല്ല രസാ. ചിലത് ടേസ്റ്റ് ഉണ്ടല്ലോ. കയ്പ
എന്നാ തന്നെ അതിന് വെക്കണം. ഓരോ പേര് കയ്പില്ലതായോണ്ട് കയ്പങ്ങ. നമ്മളിവിടെ കയ്പങ്ങാന്നാട്ടാ പറയാ. പല നാട്ടില് വേറെ നിങ്ങളെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല. ചെലോലില്ലേ ചെലോലെ വീഡിയോ ഒക്കെ കാണുമ്പോ എത്തി ഇങ്ങനെ കേൾക്കാതെ ഇങ്ങനെ ട്രിക്ക് അല്ല ഇങ്ങനെ കൊറേ വീഡിയോസ് ഞാൻ കണ്ടിരിക്കണേ. ഇങ്ങനെ എടുക്കുമ്പോ നമുക്ക് കുത്തം കുത്തി അത് മറിഞ്ഞ് തിരിഞ്ഞ് കടന്നിട്ടേ മറിഞ്ഞ് തിരിഞ്ഞ് കടന്നാട്ടോ ഞാൻ പറയാ. അപ്പൊ നമുക്ക് അപകടം വരാൻ സാധ്യതയുണ്ട്. അത് നമ്മള് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്താല് കണ്ടോ അത് ശരിക്കാവും. അതെല്ലാവർക്കും അറിയാം. ഇല്ല അതല്ല കൊറേ വീഡിയോസ് ഞാൻ കണ്ടിരിക്കണം ഓരോ ഗ്യാസിൻ്റെത് ഇങ്ങനെ ആയത്. അതുകൊണ്ട് പറയണേ അത് എടുക്കുമ്പോ തന്നെ ഒരു പേടി മാറി കാണുമ്പോ തന്നെ ഒരു പേടിയായി. ആരിയില ഞങ്ങള് കണ്ടിക്കണ് കൊറേ വീഡിയോസിലുണ്ട്. നമ്മളെ കയറിയിട്ടതും ഇങ്ങനെയാണ്, തറവാട്ടത്തും ഇങ്ങനെയാണ്. എന്നിട്ട് ഞാൻ ചെന്നിട്ട് അത് ശരിയാക്കി വിടണം. അത് നമ്മളിങ്ങനെ ഇതാക്കണ കൂട്ടത്ത് ആദ്യം നമുക്കറിയില്ല, ഇങ്ങനെ തിരിച്ചാണ്ടിടും. പിന്നെ അറിയില്ല നമ്മള് ചില കേടന്നൂന്നാ. പിന്നെ അങ്ങനെ ആയി പഠിച്ചു. ഇങ്ങനെ എടുത്താൽ നമുക്കൊരു ഇതാണ്, മറ്റേ ചെറുക്ക് എടുക്കുമ്പോ നമുക്കൊരു ഇത് കിട്ടൂല. അപ്പൊ പറഞ്ഞോ വലിയ ആളൊന്നും കൂടെ എടുത്തിട്ട് പറയണ്ടേ. ഇങ്ങനെ കൊറേ ഇതില് കണ്ടിട്ട് യൂട്യൂബില് അപ്പൊ കാട്ടുകയാണ് പറയാ ഓരോ വലിയ ആള് അതല്ല കേട്ടോ. അത് നമ്മളിങ്ങനെ ഇരിക്കുമ്പോഴേ നമുക്കൊരു കുടുക്കത്തിന് നമുക്ക് അത് ഇരിക്കുമ്പോ പേടിയാണ്. ഞാൻ തറവാട്ട് പോയാൽ നോക്കാം അങ്ങനെ. എന്നിട്ട് അത് ശരിയാക്കണം. ഞാൻ ചെല്ലുമ്പോ ഓലിനി മറ്റേവർക്ക് ആക്കി വെക്കണോ അതും അറിയില്ല. ഞാൻ ചെല്ലുമ്പോൾ ശരിയാക്കും. അതൊക്കെ അറിയാട്ടോ. ഇനി എത്ര കയ്പുണ്ടാവൂല. കയ്പ് വെള്ളം കൊണ്ടുപോയി കയ്പ് ഒന്നാമതാണ് കയ്പങ്ങ കുടിയിൽ കുറേ ആയി. അപ്പൊ കിട്ടിയപ്പോ ഓള് പറഞ്ഞു വൈകുന്നേരം വെക്കാറ്. അപ്പൊ ഞങ്ങൾ വൈകുന്നേരം ആർക്കും അങ്ങനെ തിന്നാ പോകൂല. ഉച്ചക്കുള്ള തീറ്റുള്ളൂ ശരിക്കും. ഇപ്പൊ രാത്രി തിന്നൂല, ഇമ്മ ഇടക്ക് തിന്നൂല. പിന്നെ ഞങ്ങൾക്ക് പിന്നെ ചോറ് വേണം, 2 വറ്റെങ്കിൽ 2 വറ്റ്. അതില്ലേ കൂട്ടി തിന്നും. ആ ഗ്യാസ് ഓഫ് ആക്കിയില്ലേ? മഞ്ഞപ്പൊടി വേണമെങ്കിൽ കുറച്ചിടാം. മരുന്നിന് പോയ ആള് വരുന്നുണ്ട്. എങ്ങനെ കൊഴങ്ങി പറഞ്ഞോ? കൊഴങ്ങിയില്ല. പിന്നെ പേരും തിരക്കിയിരുന്നു. ആണോ? 30 ടോക്കൺ നമ്പർ ചെന്നപ്പോ 4 മണിക്കൊക്കെ അയച്ചു. ഇരിക്കാൻ പറ്റില്ല. ഞാന് ഇന്നെ ചങ്ങായി തിരിച്ചു അതിൽ ഞാൻ പോയി ഇരുന്നാ. എന്താ പൊതിയിലൊക്കെ സിപ്പപ്പ് ഇത് കളിച്ചാൻ പോയി. എന്ത് സിപ്പപ്പാ? ഓറഞ്ച് മഞ്ചാടി. ഇത് കാറ്റാടി. മഞ്ചാടി ആണോ ഒന്ന് ഇറങ്ങിക്കണ സുർക്കിയിലിട്ട മാതിരിയൊക്കെ. പണ്ടത്തെ സിപ്പപ്പ് ഒന്നും അല്ലപ്പല്ലേ. എന്താ കുർമാപയോ? ഇതെന്താ സംഭവം വെച്ചാൽ ഇവിടെ വെച്ച ഒക്കെ ഒറ്റടിക്ക് തിന്നു എല്ലാരും. വേണ്ട. നാളെ ഉണക്കമീൻ കൂട്ടല്ലേ. ചേമ്പും കറിയല്ലേ? ചേമ്പും കറി ഉണക്കല് നല്ല രസമാണ്. ആ പുഴി വന്നിവിടെ നല്ല ഉണങ്ങിയ താഴെ എന്തിന്? എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നോ? അത് മതിയല്ലോ. ഓന് ആ പയം പുഴുങ്ങി കൊടുത്തു. ഇപ്പൊ ഞങ്ങളൊക്കെ പയം പുഴുങ്ങി ചായയും കുടിച്ച് പാലും വാങ്ങി തന്നു പോയി. എത്ര ആഴ്ചക്ക് തന്നെ ഫസൽബാബിന്റെ
ഏതോ അവിടുത്തെ മെഡിക്കൽ സ്റ്റോർ കണ്ടാ മനസ്സിലാവുണ്ടില്ലേ ഫാൻസ് ആളേ രണ്ടാഴ്ചക്ക് തന്നെ മരുന്ന് ആ ഞാനിപ്പോ പോണ്ടല്ലോ ഇപ്പൊ അടുത്തൊന്നും പോണ്ട ഭാഗ്യണ്ട് അത് നന്നായി ഉമ്മ കടിയൊക്കെ കൊടു നിക്കണേ ഇപ്പൊ കടിയൊക്കെ തിന്നട്ടെ നേരെ വൈകുന്നേരമായി കുട്ടികൾ കളിച്ചാൻ പോയിന് കളി കഴിഞ്ഞ് വന്നിട്ട് ഓൽക്കും ചായയും കടിയൊക്കെ കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ എല്ലാവർക്കും അസ്സലാമു അലൈക്കും